തുടർച്ചയായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്ന സംഭവങ്ങൾ തടയാൻ കഴിയാത്തതും കുറ്റവാളികളെ പിടിക്കാൻ കഴിയാത്തതും കൊണ്ട് പോലീസിനു മേലെ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം കുറഞ്ഞു വരികയാണ്. വിക്രം സെയിം പാറ്റേണിലാണ് കൊന്നിരിക്കുന്നത്. ഇപ്രാവശ്യവും ബ്ലഡ് മാർക്ക്, ഫിംഗർ പ്രിന്റ്, സെമൻ ട്രേസസ് ഒന്നുമില്ല. ബട്ട് പഴയ കേസിനും ഇതിനും ഒരു ഡിഫറൻസ് ഉണ്ട് വിക്രം. സെഡേറ്റീവ്സ് ഉപയോഗിച്ച് കുറച്ച് മണിക്കൂറിന് ശേഷം ഒരു ഡിഫറെന്റ് കോംബോ ഡ്രഗ് യൂസ് ചെയ്തിരിക്കുന്നു. എങ്ങനത്തെ ഡ്രഗാ കൊടുത്തിരിക്കുന്നത്? ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. വിത്തിൻ 2 days ഐ ഗിവ് യു ദ എക്സാക്ട് റിപ്പോർട്ട്. സർ, നമുക്ക് കിട്ടിയിരിക്കുന്ന 2 വിധം എവിഡൻസ്. ഒന്ന്, കില്ലർ കുട്ടികൾക്ക് കൊടുത്ത ഡ്രഗ്, അതിന്റെ കോമ്പസിഷൻ കോംപ്ലിക്കേറ്റഡാ. ഇത് കൂടുതലും ഗോവയിലാണ് കണ്ടുവരുന്നത്. ഇവിടെ ലോക്കലായിട്ട് ആരാ സപ്ലൈ ചെയ്യുന്നതെന്ന് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തത്, കില്ലറിന്റെ ബൈറ്റ് മാർക്സ്. 12 വർഷങ്ങൾക്ക് മുമ്പ് കുണ്ണൂരില് ഇതേപോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്. റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികളുടെ ദേഹത്ത് ബൈറ്റ് മാർക്സ് ഉണ്ടായിരുന്നു. ആ 2 കേസുകളുടെയും ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല സർ, ഇന്ത്യ മുഴുവനുള്ള ഗവൺമെന്റും പ്രൈവറ്റ് ഡെന്റൽ ഹോസ്പിറ്റൽസിന്റെ ഡെന്റൽ റെക്കോർഡ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ടീത്ത് മാർക്സും ആ റെക്കോർഡ്സും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യാണ് സർ. സർ സർ ACP സാർ അകത്തുണ്ടോ? ഇല്ല. എന്തു പറ്റി? സാർ, എന്റെ മോളുടെ കേസ്. അതെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ കോൾ ചെയ്യാന്ന് പറഞ്ഞല്ലേ. എന്തിനു വെറുതെ മഴയത്ത് ഇങ്ങോട്ട് വന്നേ? പോ നോക്ക്. സാറേ, ഞാനൊന്നും ചെയ്തില്ല. ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളുടെ അച്ഛനെ കൈയോടെ പിടിച്ചിട്ടും അയാൾ കുറ്റമൊന്നും ചെയ്തില്ലെന്നാ പറയുന്നത്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ, എന്റെ അച്ഛൻ ഒരിക്കലും എന്റെ മോളെ തട്ടിക്കൊണ്ടു പോവില്ല. വീട്ടിൽ മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? എന്റെ മോൾക്ക് എന്റെ അച്ഛനെ വളരെ ഇഷ്ടം. എന്റെ അച്ഛന് എന്റെ മോളെ ജീവനാ സർ. നിങ്ങളുടെ ഭർത്താവ് എവിടെയുള്ള? അദ്ദേഹം സിംഗപ്പൂരിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു സർ. ഞാനും എന്റെ മോളും എന്റെ ഭർത്താവിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടിയായി താമസിക്കുന്നത്. എന്റെ വീട്ടിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. എന്നാ ശരി മാഡം, നിങ്ങൾക്ക് ആരുടെങ്കിലും പുറത്ത് സംശയം വന്നാലോ എന്തെങ്കിലും തോന്നിയാലോ ഞങ്ങളുടെ അടുത്ത് പറയണം. ഇപ്പൊ പൊയ്ക്കോളൂ. ശരി സർ. കാരണം അവർ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കും.